ഹലോ ഗെയ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മോനെ, നമ്മുടെ സഞ്ജു സാംസൺ കളിക്കാൻ ചിലപ്പോൾ ഒരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. നമീബിയയ്ക്ക് എതിരെ വരുന്ന 12-ാം തീയതിയിലത്തെ കളിയിൽ ചിലപ്പോൾ ഒരവസരം കിട്ടും. വേറെ ഒന്നുമല്ല, അഭിഷേക് ശർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം മുതൽ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതും വെച്ചിട്ട് പുള്ളി അടുത്ത കളി കളിച്ച് ഇനി അത് പരിക്ക് വഷളാക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഉറപ്പായും ടീമിലുണ്ടാവും. ഒരു 70% നമുക്ക് പ്രതീക്ഷിക്കാം സഞ്ജു കളിക്കുമെന്ന്. പിന്നെ കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ ഡെക്കായിട്ട് പോയപ്പോൾ മുതൽ സഞ്ജുവാണ് ഫീൽഡിൽ ഇറങ്ങിയത്. അപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്ക് ഈ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേണ്ട ഇതുണ്ടായിരുന്നല്ലോ, പനി, അതുപോലെ സെയിം തന്നെ അഭിഷേക് ശർമ്മയ്ക്കും വന്നു എന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെക്കനൊരു അവസരം കൂടി കിട്ടും. ആ അവസരം സഞ്ജു വിനിയോഗിക്കുമെന്ന് നമുക്കറിയില്ല. പുള്ളി ഇപ്പോൾ കളിക്കാനെങ്കിലും പുള്ളി പ്രഷറിലാണല്ലോ. പുള്ളി ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ പോകുന്ന രീതിയിലാണ് കളിക്കുന്നത്. ഇനിയെങ്കിലും ഇറങ്ങുന്ന കളി നന്നായി കളിക്കാൻ പറ്റട്ടെ. പുള്ളിയുടെ കഴിവിനത്തൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചാൽ സഞ്ജുവിന് ടീമിൽ ഓപ്പണറായി തന്നെ ഇറങ്ങാം. ഇഷാന് വണ്ടോളിലേക്ക് ഇറക്കും, റിങ്കു സിങ്ങിനെ മാറ്റുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചാൻസ് കിട്ടുമെന്ന് 100% ഉറപ്പില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പല ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളും പറയുന്നത് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു കളിയിൽ വിശ്രമം അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെക്കൻ പൊളിക്കും. അങ്ങനെ പൊളിക്കട്ടെ. പൊളിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വരാം. അതുവരെ ബൈ ബൈ.